പെരുന്നാൾ വെള്ളിയാഴ്ചയല്ല ശനിയാഴ്ചയാണ് എന്നത് മാസപ്പിറവി പ്രകാരം തീരുമാനിച്ചത് എപ്പോഴാണ്? ഒരാഴ്ച മുമ്പ്, 10 ദിവസം മുമ്പ് തീരുമാനിച്ചതല്ലേ? ദുൽഹജ്ജ് 1 തീരുമാനിച്ചതല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് സർക്കാരിന് അത് വെള്ളിയാഴ്ചത്തെ അവധി എന്നാണ് സർക്കാരിന് തീരുമാനമെങ്കിൽ ഒരാഴ്ച മുമ്പ് തീരുമാനിക്കാമായിരുന്നു. അങ്ങനെ തീരുമാനിക്കാതെ തൊട്ട് തലേന്ന് വെള്ളിയാഴ്ച അവധിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിക്കും കൊഞ്ഞനം കുത്തലാണ്. ഒരു ജനതയോടുള്ള പരിഹാസമാണ്, അവഹേളനമാണ്, അനീതിയാണ്, അക്രമമാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് നോക്കണം, 2 ദിവസത്തെ അവധി വേണം അല്ലെങ്കിൽ 3 ദിവസത്തെ അവധി വേണമെന്ന് ദീർഘകാലമായി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പാകെയാണ് അവയെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. നമുക്ക് ഈ തീരുമാനം ഒരാഴ്ച മുമ്പാണ് എടുത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. തൊട്ട് തലേന്നാണ് ഇങ്ങനൊരു പരിപാടി നടത്തുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇത് കേരളീയ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള ഒരു ജനത, അവർ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു ആഘോഷത്തോട് ഇത്രയും അവഹേളനപരമായൊരു ഭരണകൂടം സമീപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണത്, വളരെ മോശമാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന പിണറായി വിജയന് ഭയങ്കരമായ മുസ്ലിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മുസ്ലിം വിരുദ്ധ സമീപനത്തിൻ്റെ തുടർച്ചയിൽ അങ്ങനെയൊന്നുമല്ല. അത് ഇൻസെൻസിറ്റീവാണെന്നുള്ളതാണ്. ഈ സമൂഹത്തിൻ്റെ സെൻസിറ്റിവിറ്റീസ് എന്താണ്? അത് ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവിടെ വസിക്കുന്ന ജനങ്ങളുടെ സെൻസിറ്റിവിറ്റീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള ജനങ്ങളുടെ, സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, ജാതികളുടെ, സാമൂഹ്യ വിഭാഗങ്ങളുടെ, ഭൂമിശാസ്ത്ര വിഭാഗങ്ങളുടെ, ഭാഷാ വിഭാഗങ്ങളുടെ, ഇവരുടെയെല്ലാം സെൻസിറ്റിവിറ്റീസ് എന്താണ്? അവരുടെ പരിഗണനകൾ എന്താണ്? അവരുടെ ഫ്ലേവേഴ്സ് എന്താണ്? പ്രയോറിറ്റീസ് എന്താണ്? അത് മനസ്സിലാക്കി അതിനോട് പോസിറ്റീവായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഭരണകൂടവും ചെയ്യേണ്ട പ്രാഥമികമായ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അത് ഒരിക്കലും സംഭവിക്കാറില്ല. വെച്ചാൽ എന്താണ് അവരുടെ ആഘോഷങ്ങൾ എന്ന് പോലും മനസ്സിലാക്കാത്തവരാണ്. ഇന്നലെ മന്ത്രി ബിന്ദു നാളെ അവധിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇതെന്തിനാണ് ഇത്ര വൈകിയത്? അപ്പോൾ അവർ ചോദിക്കുന്നത്, വൈകിയത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നാണ്. ഒന്നാമത് ബലിപെരുന്നാൾ എന്താണ്, പള്ളിപ്പെരുന്നാൾ എന്താണ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളാണ് ഈ മന്ത്രിയായിട്ടിരിക്കുന്നത്. വേറൊരു പ്രശ്നം, കാരണം ഈ സെൻസിറ്റിവിറ്റീസ് മനസ്സിലാക്കാതെ പെരുമാറുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് അവരത് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ചെറിയ പെരുന്നാളിന് എനിക്ക് തന്നെ പലപ്പോഴും ഇപ്പോഴും ഈ റംസാൻ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് കാർഡുകൾ വരും, മെസ്സേജ് വരും. ഒന്ന് ആലോചിക്കുക, എന്തൊരു മണ്ടത്തരാണ് ചെയ്യുന്നത്. വളരെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ IAS നിലവാരത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. റമളാൻ എന്ന് പറയുന്ന മാസം കഴിഞ്ഞ് ആ മാസത്തിലെ നോമ്പും പരിപാടികളൊക്കെ അവസാനിച്ച് വേറൊരു മാസത്തിലേക്ക് പ്രവേശിച്ച് ആ മാസത്തിൻ്റെ 1-ാം തീയതിയാണ് പെരുന്നാൾ. അപ്പോഴാണ് മെസ്സേജ് വരിക, റംസാൻ ആശംസകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ മെസ്സേജ് അയക്കുന്നത്? നമുക്ക് തൊട്ടപ്പുറത്തിരിക്കുന്ന അവൻ്റെ ആഘോഷങ്ങൾ എന്താണ്, അവൻ്റെ വാക്കുകൾ എന്താണ്, അവൻ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ എന്താണ്, അവൻ്റെ ആഘോഷത്തിൻ്റെ പേരെന്താണ്, അതുപോലും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. ഇതാണ് ഇൻസെൻസിറ്റീവ് ആവുക എന്ന് പറയുന്നത്. ഇതൊരു ഭരണകൂടത്തിൻ്റെ സ്വഭാവമായി കഴിഞ്ഞാൽ അത് വലിയ ദുരന്തമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ കണ്ടത്. അല്ലാതെ പിണറായി വിജയൻ്റെ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ടല്ല, ഇൻസെൻസിറ്റീവാണ്. പിന്നുള്ളത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിവാദമായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ ആഘോഷമാണെങ്കിലും, അവരുടെ അവധിയാണെങ്കിലും, അവരുടെ പ്രണയമാണെങ്കിലും, അവരുടെ വിവാഹമാണെങ്കിലും സർവ്വതും വിവാദമായിക്കോട്ടെ, അങ്ങനെ വിചാരിക്കുന്നൊരു കൂട്ടർ ഇവിടെ ഉണ്ട്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മോശമായിട്ടുള്ളൊരു പ്രതിച്ഛയാണ് ഉണ്ടാക്കിയുള്ളത്. നോക്കൂ, വെള്ളിയാഴ്ചത്തെ അവധി ഇപ്പം അക്കാഡമിക്കായ എന്തോ ഒരു കമ്പലിങ് സിറ്റുവേഷൻ ഉണ്ട്, വെള്ളിയാഴ്ചത്തെ അവധി നമുക്ക് വേണ്ട എന്നൊരു അക്കാഡമിക്കായ ഇതിൻ്റെ ഒരു തീരുമാനമാണെങ്കിൽ ഒരാഴ്ച മുമ്പ് എടുക്കാമായിരുന്നു. അത് ചെയ്യാതെ വ്യാഴാഴ്ച അവധി പിൻവലിക്കുന്നു, വ്യാഴാഴ്ച രാത്രി വീണ്ടും അവധി റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? ആളുകളെ പൊട്ടനാക്കുകയല്ലേ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഈ ഒരു സന്ദർഭം മുൻനിർത്തി ഈ കാലങ്ങളായി ഇവിടെ ഇരിക്കുന്നൊരു ആവശ്യമുണ്ട്. ഒന്ന് സ്വസ്ഥമായിട്ട് പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതിന് അനുസൃതമായ അവധികൾ ക്രമീകരിക്കണമെന്നൊരു ആവശ്യമുണ്ട്. അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ ഭരണകൂടം ഈ ഒരു അവസരത്തിലെങ്കിലും സന്നദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത്.